Hi guys, welcome back to our channel. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നല്ലേ. അപ്പോൾ ഇന്നൊരു കിഡിലൻ എപ്പിസോഡാണ്. കുറേ നാളായി നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഒന്നൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണാം, അതും വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക്. അപ്പോൾ കണ്ടാലോ? അപ്പോൾ ഞാനൊന്ന് എൻ്റെ മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് കെട്ടി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു സാരിയാണ് ഇന്ന് ഉടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് എൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ ഒരു അടിപൊളി മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ മുഖം ക്ലീൻ ആയിരിക്കണം. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറെ ഒന്നും മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് മോയ്സ്ചറൈസറിൽ സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് യൂസ് ചെയ്യാം. ചെറിയൊരു പമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഞാൻ പ്രൈമർ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ പ്രൈമർ യൂസ് ചെയ്താൽ ഒന്നുകൂടെ ഡ്രൈ ആവും. ശരിക്കും ഇങ്ങനത്തെ ഒക്കേഷനൊക്കെ, പ്രത്യേകിച്ച് ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കൊക്കെ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് പോകുമ്പോൾ ഒക്കെ പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കുറച്ചുകൂടി ഡ്രൈ ആക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മേക്കപ്പിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എൻ്റെ അണ്ടർ ഐസൊക്കെ ഒന്ന് കളർ കറക്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു കൺസീലർ വെച്ച്, നാസിൻ്റെ ക്രീമി കൺസീലർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഷെയ്ഡ് വാൾനട്ട് ഇത് വെച്ച് ഞാനൊന്ന് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യാണ്. എവിടെയൊക്കെയാണോ ഒരു ഡാർക്ക് സ്പോട്ട് ഉള്ളത് അവിടെയൊക്കെ ഞാനിത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഡാർക്ക് അണ്ടർ ഐസൊക്കെ. ഇനി നമുക്ക് ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ടു ഫേസിൻ്റെ ഫൗണ്ടേഷനാണ്. ബോൺ ദിസ് വേ എന്നുള്ള ഹണിയാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതെനിക്ക് കുറച്ച് ലൈറ്റാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു മെബ്ലിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്ത് ഞാനിത് നമ്മുടെ ഫൗണ്ടേഷൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കീ എന്ത് മേക്കപ്പ് യൂസ് ചെയ്താലും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കഴുത്തിൽ കുറച്ചുകൂടി ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. കഴുത്തും കാതും ഒക്കെ നമ്മൾ വിട്ടുപോയാൽ മേക്കപ്പ് ചെയ്തതിന് ശേഷം ഇതൊക്കെ വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും കഴുത്തും അതുപോലെ തന്നെ നമ്മുടെ ചെവിയൊന്നും വിട്ടുപോകരുത്. അപ്പോൾ എൻ്റെ കഴുത്ത് കുറച്ച് മുഖത്തിനേക്കാളും കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ വേറൊരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. പാക്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അത് വെച്ചിട്ട് ഞാൻ കഴുത്തിലൊന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കൺസീൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെബ്ലിൻ്റെ ന്യൂ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് എന്നുള്ള ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യാം. ഈ കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ കൺസീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ടൊരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ലോറ മെർസിയറിൻ്റെ ഒരു ലൂസ് പൗഡറാണിത്. നമുക്ക് സെറ്റ് ചെയ്യാം കണ്ണിൻ്റെ താഴെ കൺസീൽ ചെയ്ത് കൊടുത്ത് മാത്രം. ഇതിന് വേണ്ടിയിട്ട് വേറൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുക്കുക, ഓടിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പണിയാണല്ലേ.
ഇങ്ങനെ ഇതൊന്നും ചെയ്യേണ്ട, നമുക്ക് വെഡിങ്ങിന് പോകാം. പക്ഷെ ഇതൊക്കെ ചെയ്താൽ ഒരു വേറെ ലെവലാവും അല്ലേ. അപ്പോൾ ഞാൻ ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് കോണ്ടോർ ചെയ്യാൻ പോവാണ്. കോണ്ടോർ ചെയ്യാന്ന് വെച്ചാൽ മുഖം ഒന്ന് ഷേപ്പാക്കാൻ. അപ്പോൾ ഞാനിവിടെ ഗേൾഡ് പ്രോ കൺസീലർ എന്നുള്ള കൺസീലർ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് കോണ്ടോർ ചെയ്യും. കോണ്ടോർ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ചുണ്ടിലിയുടെ പോലെ ചുണ്ട് പിടിക്കണമെന്ന്, അതുപോലെ ചുണ്ട് പിടിക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലത്തെ ഒരു കോണ്ടോർ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ കോണ്ടോർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലഷ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ ഐ മേക്കപ്പിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഐബ്രോ ഫിൽ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ അനസ്താസിയുടെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു സ്പൂളി അതിൻ്റെ ബാക്കിലുണ്ട്, ഇവിടെ പെൻസിലാണ്. അപ്പോൾ നമുക്കിത് വെച്ച് നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുരികമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു പാലറ്റ്, ഇതുപോലത്തെ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ സാരി ഒരു യെല്ലോ മെറൂൺ കോമ്പിനേഷനാണ്. അങ്ങനെയൊന്നല്ല യൂസ് ചെയ്യുന്നെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കളർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലെ ഒരു ഡാർക്ക് മെറൂൺ, ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡുണ്ട്. പിന്നെ ഈ ഷെയ്ഡാണ് ആദ്യം ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലത്തെ ഈ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ലിഡ് മൊത്തം കൊടുക്കാൻ പോവാണ്. ഒരു ക്ലീൻ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ ഞാൻ യെല്ലോ ഷെയ്ഡ് നമ്മുടെ ലിഡ് മൊത്തം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ചെയ്യാൻ വിചാരിച്ചു, എന്തായാലും ഇത്രയും കളർ ഇരിക്കല്ലേ. അപ്പോൾ ഞാനൊരു ഷിമ്മറി ഷെയ്ഡ്, ഒരു യെല്ലോ ഷിമ്മറി, ഒരുപാട് ഉദിച്ചതല്ല, ഈ യെല്ലോ, ഈ ഗോൾഡൻ യെല്ലോ, അത് ജസ്റ്റ് ഈ സെൻറ്റർ പാർട്ടിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാൻ വിചാരിച്ചൊരു രസം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ എടുത്ത ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ണിൻ്റെ താഴത്തേക്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ കണ്ണ് ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി കൊടുക്കും. അത് കണ്ണ് എഴുതിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാനിവിടെ കണ്ണ് എഴുതാനായിട്ട് ആസ് യൂഷ്വൽ ലാക്മിയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമുക്കിത് വെച്ച് കണ്ണെഴുതാം. കണ്ണെഴുതുന്ന വീഡിയോ ഞാൻ ഇതിൽ ഓഫ് ക്യാമറയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ കണ്ണെഴുതുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കാണാട്ടോ. ഞാൻ കണ്ണെഴുതുന്നത് ഓഫ് ക്യാമറയിലാണ്. ഓക്കെ, അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഷെയ്ഡ് നമുക്കൊന്ന് ഔട്ടർ കോർണറിൻ്റെ അവിടെ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മോളിൽ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിനി താഴെ കണ്ണ് എഴുതാൻ പോവാണ്. കണ്ണ് എഴുതാനായിട്ട് ഞാനിവിടെ പ്ലമ്മിൻ്റെ ഒരു കോളാണ് യൂസ് ചെയ്യുന്നത്. കണ്ണ് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ എഴുതി കഴിഞ്ഞു, കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ താഴെ ജസ്റ്റ് നമ്മൾ മുകളിൽ ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് ഐ ഷാഡോ ഇട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ ഒരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കണ്ണിൻ്റെ താഴെ കൂടി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ബ്രോ ബോണിൽ ഈ ഭാഗവും പിന്നെ ഇന്നർ കോർണറും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഇനി ഞാൻ ഈ ഒരു ഇതുപോലത്തെ ഒരു ഷിമ്മറി ഷെയ്ഡ് ഉണ്ട് ഇവിടെ, ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കണ്ണ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാഷസും കൂടി വെക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ വേഗം ഈ കണ്ണൂടെ ചെയ്യാം ഓഫ് ക്യാമറയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഒക്കെ ഗംഭീരമായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര ഇടാം. അപ്പോൾ ഇനി നമുക്ക് ഫോൾസ് ലാഷസ് വെക്കാം. ഫോൾസ് ലാഷസ് എങ്ങനെ വെക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ വളരെ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും.
ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയും. അത് വേറൊരു എപ്പിസോഡായിട്ടായിരിക്കും കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിത് വയ്ക്കാം ഓഫ് ക്യാമറയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൾസ് ലാഷസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. സ്മൈൽ ചെയ്തിട്ട് ബ്ലഷ് ഇടണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഈ ലുക്കൊന്ന് കംപ്ലീറ്റ് ആവാനായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ലിപ്പ് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിപ്പ് ലൈനർ ആദ്യം എടുക്കുന്നുണ്ട്. കെയുടെ ലിപ്പ് ലൈനറാണിത്. ഇതാണ് ഷെയ്ഡ്, അപ്ലോസ് എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഒന്ന് ആദ്യം ലിപ്പ് ലൈൻ ചെയ്യാം. ഇതിൽ ഏതിടും എന്നാണ് ഒരു കൺഫ്യൂഷൻ. കെയുടെ തന്നെ ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഷെയ്ഡ് ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിടാം. സ്പോട്ട് ലൈറ്റ്, കെയുടെ സ്പോട്ട് ലൈറ്റ് എന്നുള്ള ഷെയ്ഡ് വെച്ച് നമുക്ക് ലിപ്പ് കവർ ചെയ്യാം. ഒന്ന് ഗ്ലോയി ആകാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ബട്ടർ ഗ്ലോസ് വെച്ചിട്ട് ഈ ലിപ് ഗ്ലോസ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് നമ്മുടെ കണ്ണൊഴികെ എല്ലാ ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സ്മാഷ് ബോക്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരിയും അതുപോലെ തന്നെ വള, മാല, കമ്മലൊക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അടിച്ച് കളിച്ച് പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ